ഷെമിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ വേഗം ഓടി ചെന്നപ്പോൾ പറഞ്ഞ് പ്രസവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരെ ഞങ്ങൾക്ക് മാത്രമേ, അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും 2 ദിവസം മുമ്പായിരുന്നു ടി ഫാമിലിയിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ജനിച്ച കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യം. അത് ഭയങ്കരമായിട്ടുള്ള എല്ലാവരും ഷോക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഷെമിയുടെ ഏജ് ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ, അതായത് ഏജ് വെച്ചിട്ട് തന്നെ ആ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത്, പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു വയസ്സിൽ പ്രഗ്നൻ്റ് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ആ ഒരു സമയത്ത് മുന്നോട്ട് ആ ഒരു പ്രഗ്നൻസി പോവുകയും ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 2 ദിവസം മുമ്പാണ് കുട്ടി പ്രസവത്തിന് ആ സമയത്ത് കുട്ടി ജനിക്കുകയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ജനിച്ച സമയത്ത് തന്നെ ആ ഒരു കുട്ടി മരിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളും അവിടെ എന്താണ് പറ്റിയെന്നൊന്നും പറഞ്ഞ് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഈ ഒരു ഷെഫി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി അവരെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം, കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അതുപോലെ തന്നെ കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ ചെന്ന് നോക്കിയപ്പോഴത്തേന് മരിച്ചതായി കിടക്കുന്നു. ഭയങ്കര ഫീലായിട്ട് തോന്നിയെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനുണ്ടായ ഒരു വിഷമം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഫുള്ള് പറയുന്നുണ്ട്. അതിലെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളെ കാണാൻ സാധിച്ചത്. ഫുള്ള് കാണേണ്ടവരുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ പോയി കാണാവുന്നതാണ്. അതിനകത്ത് ഫുള്ള് കിടപ്പുണ്ട്. സോ ഇതിന് താഴെയും കുറേയധികം പേര് ഇവർക്കെതിരെ ഭയങ്കര നെഗറ്റീവായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും സിറ്റുവേഷൻ, അതായത് അവർ ഭയങ്കരമായിട്ട് തളർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അവരെ നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ അവരെ കുറ്റപ്പെടുത്താനോ അവരെ താഴ്ത്താനോ അങ്ങനെയൊന്നുമല്ല സംസാരിക്കുകയും ചെയ്യേണ്ടത്. അതുപോലും അറിയാത്ത കുറേ അധികം ആൾക്കാർ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ താഴെ, ആ വീഡിയോയുടെ താഴെ പോയി കമൻറ്റ്സ് ഇടുന്നുണ്ട്. അന്നേ ഞങ്ങൾ പറഞ്ഞതില്ലേ ഇതാന്നൊക്കെ പറഞ്ഞ്. ഇതിനു മുമ്പ് അവർ ഈ ഒരു കുട്ടി മരിച്ചു എന്നുള്ള കാര്യം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ സമയത്തും അതിന് താഴെയും കുറേയധികം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ആരോട് പെരുമാറണം എന്നുള്ള കാര്യം ഇന്നത്തെ ജനറേഷനിൽ കുറേ പേർക്ക് അറിയത്തില്ലയോ, അത് അറിഞ്ഞിട്ടും അവരെ കുത്തി നോവിക്കുന്നത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഓരോ നെഗറ്റീവ് കമൻറ്റ്സ് അതിൻ്റെ താഴെ കൊണ്ടുപോയി ഇടുകയാണ്. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണോ ഓരോരുത്തരുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ളവരെ കുത്തി നോവിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയണം, നിർത്തുക. ഓക്കെ, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ജീവിതമാണ്, അവർക്ക് കുട്ടി ഈ പ്രായത്തിൽ വേണമെന്ന് തോന്നി അവർക്ക് ഓക്കെയാണ്. ബട്ട് ആ കുട്ടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെ ഇട്ട് കുറ്റപ്പെടുത്താനും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാതിരിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ അവർ ഭയങ്കരമായിട്ട് തളർന്ന് നിൽക്കുന്ന ഈ സമയത്ത് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ കുറേ പേര് കുറ്റപ്പെടുത്താനും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്താണ് അവർക്ക് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല. അവർക്കിനി വേറെ വല്ലതും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഓരോരുത്തരുടെ ചാനലിലേക്ക് കീഴെ വന്നിങ്ങനെ കമൻറ്റ്സ് ഇടുന്നതാണോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ കൊണ്ട് അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ തന്നെ പോവുക, അതാണ് ചെയ്യേണ്ടത്. കുറേ പേര് അവരെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ടുള്ള കമൻറ്റ്സൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട്, മാക്സിമം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അവിടെ അവരെ പാട്ടിന് വിടുക. നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയി കാണാവുന്നതാണ്. എന്നിട്ട് അവിടെ പോയി കുറ്റം പറയാതെ ചെയ്യുക, അങ്ങനെ തന്നെ പോവുക, കണ്ടിട്ട് അതേ കണക്ക് പോവുക, അതാണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ.